आपने आप बोले ना मुझे क्या बोलते भेलपुरी खा रही थी, मेरा पति साइड में था, एक इंसान है उसने उसको गोली मार दी यहाँ पे। उसने बोला कि शायद मुस्लिम नहीं है, उसने उसको गोली मार दी. പെഹൽഗാമിൽ ശ്വാസം നിലച്ച ഭർത്താവിനരികിൽ തലകുനിച്ചിരുന്ന യുവതിയെ ഓർമ്മയില്ലേ? ഇന്ത്യയുടെ ഹൃദയം തകർത്ത ഹിമാൻഷി. വിവാഹം കഴിഞ്ഞ് ദിവസം 6 പിന്നിടും മുമ്പാണ് ഹിമാൻഷിയുടെ നെറ്റിയിൽ ചാർത്തിയ സിന്ദൂരം മാഞ്ഞത്. ഇതുൾപ്പെടെ ഇക്കാലം അത്രയും മണ്ണിൽ വീണ ഓരോ സിന്ദൂരത്തിലകത്തിനും എണ്ണി എണ്ണി മറുപടി നൽകുകയാണ് ഇന്ത്യൻ സേന. അന്ന് നിങ്ങൾക്ക് ഏറ്റവും അധികം വൈറലായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു നേവൽ ഓഫീസറിൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ 7 ദിവസം മാത്രം പ്രായമുള്ള ബന്ധതയുള്ള ഒരു സ്ത്രീ. യെസ്, ആ കുട്ടിയുടെ സിന്ദൂരമാണ് ഇവിടെ വന്നുകൊണ്ട് മായ്ച്ചിരിക്കുന്നത്. അതുപോലെ എത്ര സ്ത്രീകളുടെ സിന്ദൂരം യുവന്മാരോടെ വന്ന് മായ്ച്ചിരിക്കുന്നു. तो उसके लिए जवाब है सालों हम तो यही है, सिंदूर के नाम पे तुम्हें मारेगा. അതാണ് ഹിന്ദുസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. നീതി നടപ്പാക്കിയെന്ന വാചകത്തിനോടൊപ്പമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ സൈന്യം ചേർത്തുവെച്ചത്. ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था. പെഹൽഗാമിൽ വിറങ്ങലിച്ച മനുഷ്യർക്ക് ഇന്ന് പ്രത്യാശയുടെ ദിനമാണ്. ഉറ്റവരുടെ ജീവനെടുത്തവർക്ക്, മുഖത്തെ ചിരിമായ്ച്ചവർക്ക് രാജ്യം മാപ്പ് നൽകില്ലെന്ന് അവരിന്നുറക്കെ പറയുന്നു. ഇതേമാതിരി ഇന്ത്യക്കും ഇന്ത്യയിലെ ഇന്നസെൻ്റ് ആയുള്ള ആൾക്കാർക്കും എതിരെ വരുന്ന ഈ ടെററിസ്റ്റ് അറ്റാക്ക്, അത് ഇനിയും ഇന്ത്യ ഇതുപോലെ തന്നെ തിരിച്ചടിക്കണം. ഇന്ത്യയിലേക്ക് ഇങ്ങനെ തീവ്രവാദികൾ വന്നാൽ ഇതായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന് കാണിക്കുന്ന ഈ ഒരു ആക്ട് ഇങ്ങനെ തന്നെ മൂവ് ഫോർവേഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതു പൊത്തിൽ ഓടി ഒളിച്ചാലും ആർക്കിടയിൽ അഭയം പ്രാപിച്ചാലും നിങ്ങൾ കരുതിയിരുന്നോളൂ. ഭീകരവാദത്തിനുള്ള മറുപടി കത്തുമായി ഒരു പിടി ആയുധങ്ങൾ പിറകെ തന്നെയുണ്ട്. ഇരുമ്പും വെടിമരുന്നും ചെയിൻ റിയാക്ഷൻ സൂത്രവാക്യങ്ങളും ഇടകലർന്ന കേവലം സ്ഫോടക വസ്തുക്കൾ മാത്രമല്ലത്. ഈ മണ്ണിൽ വിതയ്ക്കാൻ മുളപ്പിച്ച ഭീകരതയുടെ വിത്തുകളെ മൂടോടെ കരിച്ചുകളയുന്ന കീടനാശിനി കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.